ഭാഗം 3. രചനാ സംഭാഷണം. രുദ്രപ്രിയ. പാർവണയുടെ കൈകളിൽ ചായയും കൊടുത്ത് ഭാമയും സേതുവും പ്രിയയും കൂടി അവളെ ഹോളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ശ്യാംമോഹന് മുന്നിൽ ചായയുമായി നിൽക്കുമ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കാനും കൃഷ്ണമണികൾ അനുസരണയില്ലാതെ ചലിക്കുവാനും തുടങ്ങി. ശ്യാം പാർവണ നീട്ടിയ ചായക്കപ്പ് കയ്യിൽ വാങ്ങി അവളെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. പ്രഹ്ലാദൻ ശ്യാമിൻ്റെ അച്ഛൻ ഗോപകുമാറിനെയും അമ്മ ശ്യാമളയെയും പരിചയപ്പെടുത്തി. കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മോളെ ശ്യാമിനെ കൂട്ടി മുറിയിലേക്ക് ചെല്ല്. പാർവണയ്ക്ക് പിന്നാലെ ശ്യാം മുറിയിൽ കയറി. പാർവണ മേശയുടെ അടുത്തായി നിന്നു. ശ്യാം അടുത്തുള്ള കസേരയിൽ ഇരിക്കുകയും പാർവണ ഇരിക്ക്. പാർവണ പതിയെ കട്ടിലിരുന്നു. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു, താനാകെ ഗ്ലൂമിയാണല്ലോ. പ്രഹ്ലാദൻ ചേട്ടൻ പറഞ്ഞത് താനൊരു കാന്താരിയാണെന്നാണ്. ഞാനും പ്രതീക്ഷിച്ചു. പക്ഷെ താൻ വളരെ സൈലൻ്റ് ആണല്ലോടോ. പാർവണ ചെറുതായി ചിരിച്ചു. തൻ്റെ ചിരിയിൽ പോലും ഉണ്ടല്ലോടോ പിശുക്ക്. ഇനി ഇയാളുടെ മനസ്സിൽ മറ്റാർക്കെങ്കിലും സ്ഥാനം കൊടുത്തോ? എങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വില്ലനാവില്ല. ഉണ്ടോടോ അങ്ങനെ ആരെങ്കിലും? പാർവണ കുറച്ചു നേരം മൗനമായി നിന്നു. എൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഈ വിവാഹത്തിന് തനിക്ക് സമ്മതക്കുറവുണ്ടോ? സമ്മതമോ സമ്മതക്കുറവോ ഒന്നും തോന്നുന്നില്ല. വേർതിരിച്ച് പറയാനും അറിയില്ല. എൻ്റെ മനസ്സിൽ ഒരാളോട് ഇഷ്ടം തോന്നി. അയാളുടെ മനസ്സിൽ ഞാനുണ്ടോ എന്നറിയാൻ കഴിഞ്ഞില്ല. ഇനിയും എങ്ങനെ കാത്തിരിക്കും? അപ്പോഴാണ് അച്ഛൻ ആലോചനയുടെ കാര്യം പറയുന്നത്. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്നെ തനിക്ക് ഇഷ്ടമായില്ലേ? ശ്യാം പെട്ടെന്നാണ് അത് ചോദിച്ചത്. എനിക്കിപ്പോൾ അതിനൊരു മറുപടിയില്ല, അതാണ് സത്യം. അപ്പോൾ ഞാൻ പിന്മാറണമെന്നാണോ? എനിക്കതറിയില്ല. ഞാനപ്പോൾ തൻ്റെ അച്ഛനോട് എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഇഷ്ടമാണെന്നോ അതോ അല്ലെന്നോ? മനസ്സിൽ തോന്നുന്നത് എന്തായാലും അത് പറയൂ. എന്നാൽ ഞാൻ എനിക്ക് തന്നെ ഇഷ്ടമാണെന്നാണ് പറയാൻ പോകുന്നത്. എന്താ അങ്ങനെ പറഞ്ഞോട്ടെ? ചോദിച്ചുകൊണ്ട് ശ്യാം മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. പാർവണയ്ക്ക് പെട്ടെന്ന് ശിവയുടെ മുഖം ഓർമ്മ വന്നു. ഈ ജന്മം നിനക്കായി പൂക്കുവാനല്ലെങ്കിൽ എൻ്റെ നിയോഗം. 2 തുള്ളി കണ്ണുനീർ കവിളുകളെ തഴുകി നിലത്തേക്ക് വീണു. എന്തായി മോനെ, പാർവണമോളെ ഇഷ്ടമായോ? പ്രഹ്ലാദൻ്റെ ചോദ്യം കേട്ട് ഏവരും ശ്യാമിൻ്റെ മറുപടിക്കായി കാതോർത്തു. എനിക്ക് സമ്മതമാണച്ചാ, എനിക്കിഷ്ടമായി. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായിരുന്നു. പക്ഷേ സേതുവിൻ്റെ മുഖം മാറുന്നത് രാജശേഖരൻ ശ്രദ്ധിച്ചു. പ്രിയ മുറിയിൽ ചെല്ലുമ്പോൾ പാർവണ മറ്റേതോ ലോകത്തെന്ന പോലെ ഇരിക്കുകയായിരുന്നു. ആഹാ, ചെക്കൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതും പെണ്ണ് സ്വപ്നം കാണാൻ തുടങ്ങിയോ? അതിന് തെളിച്ചമില്ലാത്ത ഒരു ചിരിയായിരുന്നു പാർവണയുടെ മറുപടി. ചെക്കൻ്റെ വീട്ടുകാർ പോകും മുന്നേ നിശ്ചയത്തിൻ്റെ ഡേറ്റ് വരെ നോക്കിയിട്ടാണ് പോയത്. പാർവണയുടെ ജാതകത്തിൽ എന്തൊക്കെയോ പ്രശ്നമുള്ളതിനാൽ 6 മാസത്തിനുള്ളിൽ വിവാഹം നടക്കണം. അതുകൊണ്ട് കാര്യങ്ങൾക്കൊക്കെ വേഗത കൂടുതലായിരുന്നു. എന്തിനാ സേതു നിനക്ക് ഇത്രയും സങ്കടം? രാജശേഖരൻ മുറിയിലേക്ക് വരുമ്പോൾ സേതു കിടക്കുകയായിരുന്നു. എന്നാൽ രാജേട്ടാ, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ ശിവയുടെ പെണ്ണായി പാർവണമോൾ വരുന്നത്. ഇത്രയും പെട്ടെന്ന് പ്രതാപേട്ടൻ ഇങ്ങനെ ഒരു ആലോചന വരുമ്പോൾ എടുത്തു ചാടുമെന്ന് ഞാൻ കരുതിയോ? എൻ്റെ ആഗ്രഹം ഭാമയോടെങ്കിലും പറയേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം സേതു? താടയിൽ കൈയും കൊടുത്തിരുന്നു. എൻ്റെ സേതു, അതിന് നമ്മുടെ മോന് സമ്മതമാണോ ഇഷ്ടമാണോ എന്നൊന്നും അറിയണ്ടേ? അവനാണെങ്കിൽ നാട്ടിലും ഇല്ല. ഇത്തവണ അവനിവിടെ ഉണ്ടല്ലോ. സൗകര്യം പോലെ വർണ്ണമോളുടെ കാര്യം അവനോട് പറയാമെന്നൊക്കെ കരുതിയിരുന്നപ്പോഴാണ് എൻ്റെ കുഞ്ഞിനെ സിംഗപ്പൂർ പറഞ്ഞു വിട്ടെ. സേതു കണ്ണുകൾ തുടച്ചു. എൻ്റെ സേതു, നിന്റെ മനസ്സിലിരിപ്പ് ഞാൻ എങ്ങനെ അറിയും? നിനക്ക് എന്നോടെങ്കിലും ഒന്ന് സൂചിപ്പിച്ചുകൂടായിരുന്നോ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ വെറുതെ ഓരോന്നാലോചിച്ച് അസുഖം ഉണ്ടാക്കി വെക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. ശിവയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. എന്തോ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു ഫീൽ. ദിവസങ്ങൾ ഓടി മാറി. ഇന്നാണ് ശ്യാമിൻ്റെയും പാർവണയുടെയും എൻഗേജ്മെൻറ്റ്. രാജശേഖരനും സേതുവും എൻഗേജ്മെൻറ്റിൻ്റെ അന്നാണ് വന്നത്. പക്ഷേ പ്രിയ തലേ ദിവസം തന്നെ എത്തി. പാർവണയെ ബ്യൂട്ടീഷ്യൻ നേരത്തെ വന്നൊരുക്കി. പ്രിയയും പാർവണയും ചേർന്ന് സെൽഫി എടുക്കുമ്പോഴാണ് ശിവയുടെ കോൾ പ്രിയയ്ക്ക് വന്നത്. പ്രിയ വേഗത്തിൽ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ഏട്ടാ, എത്ര നാളായി ഏട്ടാ വിളിച്ചിട്ട്? ഇന്നിപ്പോൾ എന്തോ വിളിക്കാൻ തോന്നിയേ? എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതിനാണ് വിളിച്ചത്. ഞാനിപ്പോൾ വീഡിയോ കോളിൽ വരാം ഏട്ടാ. പ്രിയ വേഗം നെറ്റ് ഓണാക്കി കാത്തിരുന്നു. അപ്പോഴേക്കും ശിവയുടെ കോൾ വന്നു. നീ ഇതെവിടെയാ മോളെ? ഏട്ടാ, ഞാൻ പാർവണയുടെ വീട്ടിലാ. ആ പേര് കേട്ടതും ശിവയുടെ ഹൃദയം 10 മടങ്ങ് വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. വർണ്ണ, എൻ്റെ പെണ്ണ്. ഏട്ടാ, ഞാൻ അവളെ കാണിക്കാം.
ഫോൺ വർണ്ണയ്ക്ക് നേരെ തിരിച്ചു. പട്ടുസാരിയിലും സ്വർണത്തിലും ഒരുങ്ങി നിൽക്കുന്നവളെ ശിവ കണ്ണിമ ചിന്നാതെ നോക്കി. പ്രിയ വേഗത്തിൽ ഫോൺ മാറ്റി. ഏട്ടാ, ഇന്ന് പാർവണയുടെ എൻഗേജ്മെൻ്റ് ആണ്. പ്രിയയുടെ വാക്കുകൾ ശിവയിൽ തീർത്ത ഞെട്ടൽ ചെറുതല്ലായിരുന്നു. കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് വീണു. കയ്യിൽ നിന്നും ഊർന്നു വീണ ഫോൺ ശിവ വേഗം എടുത്തു. നെഞ്ചിലേക്കൊരു ഭാരമെടുത്ത് വച്ചതുപോലെ ശിവയ്ക്ക് തോന്നി. കണ്ണുകൾ കലങ്ങി മറഞ്ഞു. പ്രിയപ്പെട്ടത് വേർപെട്ടു പോകുന്നത് കാണുവാനാകാതെ ശിവ ഫോൺ കട്ട് ചെയ്തു. പ്രിയയുടെ കോൾ വീണ്ടും വീണ്ടും വന്നതും ശിവ മൊബൈൽ ഓഫ് ചെയ്തു ബെഡിലേക്കിട്ടു. പാർവണയുടെ മുഖം മനസ്സിലേക്ക് വന്നതും ശിവ കണ്ണുകൾ ഇറുക്കി അടച്ചു. പാർവണയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. പെട്ടെന്ന് ശിവയെ കണ്ട് അവൾ ആകെ പരിഭ്രമിച്ചു. ഒരു വേള തന്നിലെ പ്രണയം അവൻ അറിയണമെന്ന് പോലും അവൾക്ക് തോന്നി. മുഹൂർത്തമായി എന്ന് ആരോ വിളിച്ച് പറഞ്ഞതും ചിന്തകൾക്ക് വിരാമമിട്ട് പാർവണ മണ്ഡപത്തിലേക്ക് നീങ്ങി. ശ്യാമിൻ്റെ അടുത്തിരിക്കുമ്പോൾ അവൾക്ക് ശിവയെ ഓർമ്മ വന്നു. കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അവൾ അത് മറച്ച് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. മുഹൂർത്തമായതും അച്ഛന്മാർ എടുത്തു നൽകിയ മോതിരം പരസ്പരം അണിഞ്ഞ് ഇരുവരും ഫോട്ടോ എടുപ്പും മറ്റുമായി സമയം കടന്നുപോയി. വീട്ടിലെത്തിയ സേതുവിന് വല്ലാത്ത സങ്കടം തോന്നി. അവർ അത് രാജശേഖരനുമായി പങ്കുവെച്ചു. എന്നാലും എൻ്റെ സങ്കടം മാറുന്നില്ല രാജേട്ടാ. എൻ്റെ ശിവയുടെ പെണ്ണായി വർണ്ണമോൾ വരുന്നത് ഞാൻ എത്രയോ സ്വപ്നം കണ്ടതാ. എന്നിട്ടിപ്പോൾ അവൾ മറ്റൊരു വീട്ടിലെ മരുമകളാകാൻ പോകുന്നു. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എടോ, താൻ ഇങ്ങനെ വിഷമിച്ചാലോ? ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചേരേണ്ടവർ ആരാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നടക്കൂ. താൻ ഇങ്ങനെ സങ്കടപ്പെട്ട് അസുഖം വരുത്തി വെക്കല്ലേ. ഇപ്പോൾ തന്നെ നേരെ ഒരുപാടായി. താൻ കിടന്നുറങ്ങാൻ നോക്ക്. സാർ, ഇപ്പോൾ തന്നെ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. ഇനി മതി സാർ. ഇങ്ങനെ കുടിക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ വന്നതിൽ പിന്നെ ആദ്യമായാണ് സാർ കുടിക്കുമെന്ന് പോലും അറിയുന്നത്. അതേടോ, ദ ഗ്രേറ്റ് ബിസിനസ് ഐക്കൺ ശ്രീ ശിവ. പുച്ഛം തോന്നുന്നു. സ്നേഹിച്ച പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറയാത്ത ഭീരു. അതാണ് മിസ്റ്റർ ഞാൻ. ശ്രീശിവയെ വല്ല വിധേനയും താങ്ങിപ്പിടിച്ച് ഡ്രൈവർ കാറിൽ കയറ്റി. ബോധമില്ലാതെ പുലമ്പുന്നവനെയും കൊണ്ട് കാർ ഫ്ലാറ്റ് ലക്ഷ്യമാക്കി നീങ്ങി. കാറിൽ നിന്നും ശിവയെ ഇറക്കി ഫ്ലാറ്റിലാക്കിയിട്ടാണ് ഡ്രൈവർ പോയത്. ദിവസങ്ങൾ നീളുമ്പോൾ എല്ലാ പേരും അവരവരുടെ തിരക്കുകളിലേക്ക് വഴുതി വീണു. പാർവണ ശ്യാമുമായി പൊരുത്തപ്പെട്ടു. നിരന്തരം ഉള്ള ഫോൺ വിളികളും മറ്റുമായി അങ്ങനെ എൻഗേജ്മെൻറ്റിന് ശേഷം 2 മാസം കഴിഞ്ഞ് കല്യാണത്തിന് ഡേറ്റ് നോക്കി. ഇന്നാണ് വിവാഹവസ്ത്രം എടുക്കുന്നത്. ഇരു വീട്ടുകാരും നേരത്തെ തന്നെ ടെക്സ്റ്റൈൽസിലെത്തി. ശ്യാമും പാർവണയും ഒന്നിച്ചാണ് ഷോപ്പിലെത്തിയത്. ഇരുവരും ചേർന്ന് വരുന്നത് കണ്ട് വീട്ടുകാരുടെ മനസ്സ് നിറഞ്ഞു. പർപ്പിൾ കളറിൽ ഗോൾഡൻ നൂല് പാകിയ കാഞ്ചീപുരം പട്ടുസാരിയും ശ്യാമിനായി കസവുമുണ്ടും സിൽക്ക് ഷർട്ടും ഇരു വീട്ടുകാർക്കും ആവശ്യത്തിന് ഡ്രസ്സും എടുത്തു. ഇരുവരുടെയും പേരുകൾ കൊത്തിയ മോതിരവും മാറ്റിയെടുത്താണ് എല്ലാവരും വീട്ടിലേക്കും മടങ്ങിയത്. സേവ് ദ ഡേറ്റ്, ഹൽദി ചടങ്ങ് എല്ലാം മുറ പോലെ നടന്നു. എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് പ്രിയയും പവിയും പാർവണയ്ക്കും ഒപ്പമുണ്ട്. പാർവണയുടെ കല്യാണത്തലേന്ന് തന്നെ രാജശേഖരന് സേതുവും പ്രിയയും പാർവണയുടെ വീട്ടിലെത്തി. വീട് മുഴുവൻ വിവിധ വർണ്ണങ്ങളുള്ള അലങ്കാര ബൾബുകളും വെച്ച് അലങ്കരിച്ചിരുന്നു. വൈറ്റും റെഡും കോമ്പിനേഷനുള്ള റോസ് വെച്ചാണ് സ്റ്റേജ് അലങ്കരിച്ചത്. എല്ലാം പ്രതാപൻ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരെ ഏൽപ്പിച്ചു. സ്റ്റേജിൽ ഡിം ലൈറ്റ് ഓണായതും ഓഫ് വൈറ്റ് നിറത്തിലുള്ള ഗൗൺ ധരിച്ച് മുടി മുഴുവൻ ഒരു ഭാഗത്തേക്കായി മടക്കി ഭംഗിയായി സെറ്റ് ചെയ്ത് പാർവണ എത്തി. പിന്നിലായി പ്രിയയും പവിയും പീച്ച് കളർ ഗൗണിലും. അതിനകമ്പടിയായി കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പാട്ടും ഡാൻസുമായി ആ രാവ് ആഘോഷ തിമിർപ്പിലായിരുന്നു. രാവിലെ ബ്യൂട്ടീഷ്യൻ വന്ന് വളരെ മിതമായിട്ടാണ് പാർവണയെ ഒരുക്കിയത്. ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് അണിഞ്ഞ് ഒരു ദേവതയെപ്പോലെ ഒരുങ്ങി വന്നവളെ എല്ലാവരും കണ്ണെടുക്കാതെ നോക്കി. അച്ഛൻ്റെ അമ്മയുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അവൾ നേരെ രാജശേഖരൻ്റെയും സേതുവിൻ്റെയും അടുത്തെത്തി. കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. സേതു കയ്യിൽ കരുതിയിരുന്ന ബോക്സിൽ നിന്നും മുല്ലമുട്ടിൻ്റെ ഒരു മാല അവളെ അണിയിച്ചു. കൈകളിൽ 2 കാപ്പ് വളകളും വർണ്ണയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. നിറഞ്ഞു വന്ന കണ്ണുകളെ നിയന്ത്രിച്ച് നിർത്തി. എല്ലാവരും നേരെ മണ്ഡപത്തിലേക്ക് തിരിച്ചു. ചെക്കനെയും കൂട്ടരെയും എതിരേറ്റ് കഴിഞ്ഞു. ചെക്കൻ മണ്ഡപത്തിലിരുന്നതിന് പിന്നാലെ പെണ്ണിനെയും ഇറക്കിക്കൊണ്ട് വന്നു. അഷ്ടമംഗല്യത്താലവും കയ്യിലേന്തി വരുന്നവളെ ശ്യാം കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. മണ്ഡപം വലം വെച്ച് വർണ്ണ ശ്യാമിൻ്റെ അടുത്തായിരുന്നു. അച്ഛൻ കയ്യിൽ നൽകിയ മഞ്ഞച്ചരടിൽ കൊരുത്ത താലി ശ്യാം വർണ്ണയെ അണിയിച്ചു. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി വർണ്ണ താലി ഏറ്റുവാങ്ങി. ഒരു നുള്ളു സന്തൂരത്താൽ വർണ്ണയുടെ സീമന്തരേഖ ശ്യാം ചുവപ്പിച്ചു. പ്രതാപൻ കന്യാദാനം നടത്തി. ഫോട്ടോ എടുപ്പും മറ്റുമായി സമയം കടന്നുപോയി. സദ്യയും കഴിഞ്ഞു. പെണ്ണിന് പുറപ്പെടാൻ സമയമായിരുന്നു. അച്ഛൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് വർണ്ണ കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞു.
ആ പിതാവിൻ്റെ കണ്ണുകളിലെ നീര് പൊടിഞ്ഞു. അമ്മയെയും പവിയെയും ചേർത്ത് പിടിച്ച് വർണ്ണ വെങ്ങിപ്പൊട്ടി. പ്രിയയുടെ കൈകളിൽ കൈ ചേർത്ത് വെങ്ങി കരഞ്ഞ പെണ്ണിനെ നിറഞ്ഞ കണ്ണുകളെ അമർത്തി തുടച്ച് പ്രിയയും ബാക്കിയുള്ളവരും ചേർന്ന് യാത്രയാക്കി. വധൂവരന്മാരെയും വഹിച്ചുകൊണ്ടുള്ള കാർ ഹൈവേയിലൂടെ അതിവേഗം കടന്നുപോയി. വർണ്ണയെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം ശ്യാമിൻ്റെ കൈകൾ അവളുടെ കയ്യിൽ കൊരുത്തു പിടിച്ചിരുന്നു. പെട്ടെന്ന് അതിവേഗത്തിൽ പാഞ്ഞു വന്ന ലോറി കാറിൽ ശക്തിയായി ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കാറ് മറിഞ്ഞു. വർണ്ണ തെറിച്ച് റോഡിലേക്ക് വീണു. ശ്യാം വീഴ്ചയിൽ തലയ്ക്ക് ശക്തമായി ഇടികെട്ടി. റോഡിലേക്ക് തെറിച്ച് വീണ ശ്യാമിൻ്റെ പിന്നാലെ വന്ന വണ്ടി ഇടിച്ചു തെറിപ്പിച്ചു. പുറകിൽ വന്ന ബന്ധുക്കൾ വേഗത്തിൽ രണ്ടുപേരെയും ഹോസ്പിറ്റലിലെത്തിച്ചു. ഹോസ്പിറ്റലിലെത്തുമ്പോൾ 2 പേർക്കും ബോധമില്ലായിരുന്നു. ശ്യാമിൻ്റെ നില അതീവ ഗുരുതരമായിരുന്നതിനാൽ ഉടനടി സർജറി നടത്തി. ശക്തമായ അടിയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കുണ്ടായിരുന്നു. വെന്റിലേറ്ററിലേക്ക് ശ്യാമിനെ പ്രവേശിപ്പിച്ചു. പാർവണ്ണയുടെ കൈകാലുകളിലും തലയ്ക്കും പരിക്കുണ്ടായിരുന്നു. സർജറി നടത്തി ICUവിൽ പ്രവേശിപ്പിച്ചു. വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം മകനും മരുമകൾക്കും വന്ന ദുരന്തത്തിൽ ആ കുടുംബം കണ്ണുനീർ വാർത്തു. തുടരെ ഫോൺ ബെല്ല കേട്ടാണ് പ്രതാപൻ ഫോൺ എടുത്തത്. മറുതലയ്ക്കിൽ നിന്ന് കേട്ട വാർത്തയിൽ നടുങ്ങി. കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് തെറിച്ചു വീണു. എൻ്റെ മോളെ, നിലവിളിയോടെ പ്രതാപൻ ഊർന്നു വീണു. അടുത്തുണ്ടായിരുന്ന രാജശേഖരൻ്റെ കൈകൾ പ്രതാപനെ താങ്ങി കസേരയിലിരുത്തി. താഴെ വീണ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ, ഞങ്ങളിവിടെ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ്. ശ്യാം, അവൻ പോയി. മോളെ ICUവിലാണ്. ബോധം ഇതുവരെ വന്നിട്ടില്ല. രാജശേഖരൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം ഇരുന്നു. പെട്ടെന്ന് സംയമനം വീണ്ടെടുത്ത് കാറിറക്കി പ്രതാപനെയും ഭാമയെയും പവിയെയും കൂട്ടി സേതുവിനോട് കാര്യം പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. സേതു ബാക്കിയുള്ളവരോട് വിവരം പറഞ്ഞ് പ്രിയയുമായി പുറപ്പെട്ടു. ഹോസ്പിറ്റലിലെത്തിയ പ്രതാപനും ഭാമയും മകൾക്ക് വന്ന ദുരന്തത്തിൽ തളർന്നു വീണു. ശ്യാമിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആശ്വാസമായി അവരുടെ ഒപ്പവും സേതുവും രാജനും പ്രതാപനും ഭാമയും ഉണ്ടായിരുന്നു. മകൻ്റെ ചേതനയേറ്റ ശരീരം മുന്നിൽ കണ്ട് ആ അമ്മ ബോധമറ്റ് നിലത്തേക്ക് വീണു. ഗുരുതരാവസ്ഥയിലുള്ള മരുമകൾ ആ പാവ അച്ഛൻ കണ്ണുനീർ വാർത്തു. പെണ്ണിൻ്റെ ദോഷമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയവരെ ഒരു നോട്ടം കൊണ്ട് അച്ഛൻ നിലയ്ക്ക് നിർത്തി. അകത്ത് ICUവിൽ ജീവന് വേണ്ടി കിടക്കുന്നത് എൻ്റെ മകൻ്റെ ഭാര്യയാണ്. ഇനി ഈ രീതിയിൽ ഒരു സംസാരം ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്. പ്രതാപ, മോൾക്കിവിടെ കൂട്ടുവേണം ആരെങ്കിലും. ഞാൻ മോനെയും കൊണ്ട് പൊയ്ക്കോട്ടെ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡിയല്ലേ. വിതുമ്പൽ കടിച്ചമർത്തി പ്രതാപൻ്റെ തോളിൽ ചാരിയ അച്ഛൻ തൻ്റെ വേദന കരച്ചിലാക്കി ഒഴുക്കി. മകൾക്ക് വന്നു ചേർന്ന വിധിയിൽ ആ അച്ഛനമ്മമാർ ഇരുവരും ഒരുപോലെ തങ്ങളുടെ സങ്കടം ഉള്ളിലൊതുക്കി. ശ്യാമിൻ്റെ ബോഡിയുമായി ആംബുലൻസ് ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു. കല്യാണ വീട് മരണവീടായി മാറി. പുതുപ്പെണ്ണിൻ്റെ കയ്യും പിടിച്ച് വലതുകാൽ വെച്ച് കയറേണ്ട വീട്ടിൽ വെള്ള പുതച്ച മകൻ്റെ ശരീരം എടുത്ത് കിടത്തുന്നത് കണ്ട് അച്ഛൻ ഗോപൻ്റെ ഹൃദയം തകർന്നു. പൊന്നുമോൻ്റെ ശരീരത്തിലേക്ക് ശ്യാമള ബോധമറ്റ് വീണു. ആരൊക്കെയോ ചേർന്ന് അവരെ അകത്തേക്ക് കിടത്തി. ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു അത്. ഹോസ്പിറ്റലിൽ വർണ്ണയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. പ്രതാപൻ്റെ ബന്ധത്തിൽപ്പെട്ട ഏതാനും ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്കുണ്ട്. അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് രാജനും പ്രതാപനും നേരെ ശ്യാമിൻ്റെ വീട്ടിലേക്ക് പോയി. എല്ലാം തകർന്നു നിൽക്കുന്ന ഗോപനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് സേതുവിനും പ്രതാപനും അറിയില്ലായിരുന്നു. അവരെ 2 പേരെയും കണ്ടപ്പോൾ ഗോപൻ അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാൽ മതിയായിരുന്നു. വർണ്ണമോൾ അവളുടെ കാര്യങ്ങൾ. വർണ്ണമോളെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. എൻ്റെ കുഞ്ഞിൻ്റെ കിടപ്പ് കണ്ട് എനിക്ക് സഹിക്കുന്നില്ല. എല്ലാവരെയും തോൽപ്പിച്ച് അവളും കൂടി അവനൊപ്പം പോകുമെന്ന് തോന്നുന്നു ഗോപ എനിക്ക്. നമുക്ക് മാത്രം എന്തിനാ ഈശ്വരൻ ഇങ്ങനെ ഒരു വിധി തന്നത്? സഹിക്കാൻ കഴിയുന്നില്ല. പ്രതാപൻ ഗോപൻ്റെ തോളിൽ ചാരി പൊട്ടിക്കരഞ്ഞു. രാജൻ ഇരുവരെയും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയി. ഇനി ആരെങ്കിലും വരാനുണ്ടോ? കൂട്ടത്തിൽ പ്രായമായ ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതല്ലേ, ഒരുപാട് നേരം വൈകിക്കേണ്ട. ഇനി ആരെയും കാക്കണ്ട, നമുക്ക് ചടങ്ങുകൾ ചെയ്യാം. അല്ല, ആരാ കർമ്മം ചെയ്യുന്നേ? കൂടപ്പുറപ്പുകൾ ആരെങ്കിലും? വേണ്ട, എനിക്ക് കർമ്മം ചെയ്യേണ്ടവനായിരുന്നു. ഇപ്പോൾ അവന് കർമ്മം ചെയ്യാൻ ഞാൻ ചെയ്യാം എൻ്റെ മോൻ്റെ കർമ്മങ്ങൾ. അതും പറഞ്ഞൊരു ഭ്രാന്തനെ പോലെ ഗോപൻ ശ്യാമിൻ്റെ ബോഡിക്കടുത്തേക്ക് ചെന്നു. ഇത്രയും നാൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തത് ഇതിനായിരുന്നു പൊന്നുമോനെ. അവൻ്റെ മുഖമാകെ ചുംബനം കൊണ്ട് മൂടി. കണ്ടിട്ടും മതിയാവാത്തതുപോലെ. ചടങ്ങുകൾ തീർന്നു കഴിഞ്ഞതും രാജനും പ്രതാപനും ഗോപൻ്റെയും ശ്യാമളയെ അടുത്തെത്തി. ഇതോടെ ബന്ധങ്ങളൊന്നും തീർന്നു എന്ന് കരുതണ്ട, ഞങ്ങളെല്ലാം കൂടെയുണ്ട്. രാജനാണത് പറഞ്ഞത്. പ്രതാപൻ ഒന്നും മിണ്ടാതെ നിന്നു. ഗോപൻ അയാളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. മനസ്സുകൊണ്ട് പോലും എൻ്റെ മോളെ ശപിക്കല്ലേ പ്രതാപ. എൻ്റെ മോൻ്റെ ആത്മാവിന് പോലും ശാന്തി ഉണ്ടാവില്ല. ഞങ്ങൾ വരും മോളെ കാണാൻ. അവൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. വന്ന് കാണാൻ അതിനുള്ള അനുവാദം തരണം. ഞങ്ങളുടെ മോൻ്റെ പെണ്ണായി കണ്ടു. ഒരുപാട് സ്നേഹിച്ചു പോയി. ഇനി അങ്ങനെ ഒരു അവകാശം ഞങ്ങൾക്കില്ലല്ലോ. എന്നാലും എന്നും ഞങ്ങളുടെ മോളാണ്. അവൾക്കൊരാപത്തും വരില്ല. എന്നാൽ നിങ്ങൾ ചെല്ല്. ഇനിയും നിന്ന് സമയം കളയണ്ട. മനസ്സിനെ കല്ലാക്കി ഗോപൻ അവരോട് യാത്ര പറഞ്ഞു വിട്ടു.
ഹോസ്പിറ്റലിൽ പാർവണയുടെ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ തുടർന്നു. ഏകദേശം 1 മാസത്തോളം വെന്റിലേറ്ററിലും ICUവിലുമായി തുടർന്നു. പിന്നീട് എല്ലാ സജ്ജീകരണവുമുള്ള സെമി ICUവിലേക്ക് മാറ്റി. അതിനടുത്തായി ഒരു റൂം ബന്ധുക്കൾക്കായി നൽകി. വർണ്ണയ്ക്കൊപ്പം ആർക്കെങ്കിലും 2 പേർക്ക് നിൽക്കാം. ഡോക്ടറോട് പ്രത്യേക അനുമതി ചോദിച്ചു വാങ്ങിയാണ്. അവളെ കാണാൻ ഇടയ്ക്ക് കോപം വന്നിരുന്നു. പ്രതാപനും ഭാമയും സേതുവും പ്രിയയും പവിയും മാറി മാറി അവളുടെ ഒപ്പം നിന്നു. അവളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും അപ്പോൾ ഡോക്ടറെ അറിയിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഭാമയും സേതുവും റൂമിൽ പാർവണയ്ക്കൊപ്പം ഇരിക്കുമ്പോഴാണ് വർണ്ണ വല്ലാത്ത അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയത്. തലയ്ക്കുള്ളിൽ വല്ലാത്ത വേദനയും ഭാരവും തോന്നി വർണ്ണയ്ക്ക്. പെട്ടെന്നാണ് കൺമുന്നിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശ്യാമിൻ്റെ മുഖം തെളിഞ്ഞത്. ഒരു നിലവിളിയോടെ അവളുടെ തൊണ്ടയിൽ നിന്നും നിറഞ്ഞു. പക്ഷേ ഒച്ച പുറത്തേക്ക് വരുന്നില്ല. കണ്ണുകൾ വലിച്ചു തുറന്നു പതിയെ അടച്ചു. കണ്ണുനീർ ചാല് തീർത്തൊഴുകി. അപ്പോഴേക്കും സേതു ഡോക്ടറിനെയും കൂട്ടി വന്നു. ഡോക്ടർ നടത്തിയ പരിശോധനയിൽ വർണ്ണയ്ക്ക് ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഉണ്ടായ ഷോക്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പതിയെ പതിയെ നമുക്കത് മാറ്റിയെടുക്കാമെന്നും പറഞ്ഞു. കാലിലും കയ്യിലും പ്ലാസ്റ്റർ മാറ്റിയ ശേഷം ഫിസിയോതെറാപ്പി ചെയ്യാമെന്നും തീരുമാനിച്ചു. വർണ്ണയെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റി. അവളുടെ നിലയിൽ ചെറിയ പുരോഗതി ഉണ്ടായി. എപ്പോഴും എവിടേക്കെങ്കിലും ദൃഷ്ടി പായിച്ചു കിടക്കും. ഇടയ്ക്കുയരുന്ന നെടുവീർപ്പുകളും നിറഞ്ഞു തൂവുന്ന കണ്ണുകളും മാത്രമാണ് വർണ്ണ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൻ്റെ ആകെ തെളിവ്. ഒരിക്കൽ പ്രിയയെ കണ്ട് അവളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു വർണ്ണ. ആ കാഴ്ച കണ്ട് നിൽക്കാൻ സാധിക്കാതെ ഭാമയും പ്രതാപനും പുറത്തേക്കിറങ്ങി. വർണ്ണയെ എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് പ്രിയയ്ക്ക് അറിയില്ലായിരുന്നു. വർണ്ണമോളെ, നീ കരയ്, നിനക്ക് മതിയാവോളം കരയ്. പക്ഷെ അത് കഴിഞ്ഞ് നിൻ്റെ മനസ്സിലെ ഭാരം മുഴുവനും കണ്ണുനീരായി ഒഴുക്കിക്കളഞ്ഞു കഴിയുമ്പോൾ നീ ഞങ്ങളുടെ പഴയ പാർവണയായി മാറണം. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു കറുത്ത അധ്യായം ഉണ്ടായിരിക്കും. അതിൽ നിന്നുമൊക്കെ പുറത്തു വന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. നിൻ്റെ ജീവിതത്തിലും വിധി നിനക്കായി അത് കാത്തു വച്ചിരുന്നു. അങ്ങനെ നീ സമാധാനിക്കണം. നിനക്ക് ചുറ്റുമുള്ളവരെ ഓർത്ത് നീ ഒന്നോർത്തു നോക്ക് വർണ്ണ. പ്രിയ വർണ്ണയുടെ മുഖം തൻ്റെ നേർക്ക് തിരിച്ചു. അങ്കിളും ആൻറ്റിയും പ്രിയയും ഒക്കെ നിൻ്റെ ഈ അവസ്ഥയിൽ എന്തുമാത്രം വിഷമിക്കുന്നു. ഇപ്പോൾ തന്നെ നീ ഹോസ്പിറ്റലിലായിട്ട് 4 മാസം കഴിഞ്ഞു. ഇത്രയും നാൾ നിൻ്റെ ഒപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇനിയും ഉണ്ടാവും. നീ ഞങ്ങളുടെ പഴയ പാർവണയാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടി നിനക്ക് സമയം ആവശ്യമാണ്, അതും അറിയാം. ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അത് നീ മറക്കരുത് വർണ്ണ. ഒന്നും നിൻ്റെ തെറ്റല്ല മോളെ. അത് നീ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്ക്. ഡോർ തുറക്കുന്ന ഒച്ച കേട്ട് പാർവണ നോക്കുമ്പോൾ ഗോപനും ശ്യാമയും. വർണ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. വർണ്ണ പ്രിയയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. പ്രിയ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഗോപനും ശ്യാമളയും വർണ്ണയുടെ അടുത്തായി കസേരയിലിരുന്നു. ശ്യാമള പതിയെ വർണ്ണയുടെ കയ്യിൽ പിടിച്ചു. പതിയെ അവളുടെ കയ്യിൽ ചുംബിച്ചു. മോളെ കാണാൻ ഇതിനു മുമ്പ് ഒരിക്കൽ വന്നിരുന്നു. അന്ന് മോക്ക് ബോധമില്ലാതെ ICUവിലായിരുന്നു. അമ്മയ്ക്കും അച്ഛനും മോളോട് ഒരു പിണക്കവും ഇല്ല കേട്ടോ. എല്ലാം വിധിയാണ്. അങ്ങനെ അങ്ങ് സമാധാനിക്കുവാണ്. പ്രതാപനും ഭാമയും അവരുടെ അടുത്തായിരുന്നു. ഒരുപാട് ഇഷ്ടമായിരുന്നു മോളെ അവന്. കല്യാണം ഉറപ്പിച്ചത് മുതൽ മോൾക്കായി വാങ്ങിയ സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടായിരുന്നു. ഗോപേട്ട, അതിങ്ങെടുക്ക്. ശ്യാമള ഒരു വലിയ ബോക്സ് വർണ്ണയ്ക്ക് നേരെ നീട്ടി. വർണ്ണയുടെ കൈകൾ വിറച്ചു. ശ്യാമള ബോക്സ് അവളുടെ കയ്യിൽ പതിയെ വെച്ചു കൊടുത്തു. വർണ്ണ ആ ബോക്സ് തുറന്നു. വാച്ചും നെക്ലസും വളകളും അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു അതിൽ നിറയെ. ഡ്രസ്സൊക്കെ മോളുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം അവൻ മോൾക്കായി വാങ്ങിയതാണ്. വേണ്ടെന്ന് പറയരുത്. ഞങ്ങളുടെ മോളായി കണ്ടാണ് എല്ലാം കൊണ്ടുവന്നത്. ഒന്നിൽ മാത്രമേ സങ്കടമുള്ളൂ. ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. അവർ നേരിയതുകൊണ്ട് കണ്ണ് തുടച്ചു. പേഴ്സിൽ നിന്നും ഒരു ബോക്സ് എടുത്തു. അതിൽ നിന്നും പാർവണ എന്ന് പേര് കൊത്തിയ മോതിരവും വർണ്ണ ശ്യാമിനെ അണിയിച്ച മാലയും എടുത്ത് ഗോപൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോഴാണ് വർണ്ണ അവളുടെ വിരലുകൾ നോക്കിയത്. അവളുടെ വിരലിൽ ശ്യാമിൻ്റെ പേര് കൊത്തിയ മോതിരമില്ല. വർണ്ണയുടെ ആ ഭാവം എല്ലാവരെയും ഞെട്ടിച്ചു. അവൾ ഉറക്കെ ഉറക്കെ അലറി കരഞ്ഞു. ശ്യാം. ആരും അവളെ തടഞ്ഞില്ല. അവളുടെ മനസ്സിൻ്റെ ഭാരം കുറയട്ടെ എന്ന് കരുതി. ഒടുവിൽ ശ്യാം എന്ന പേര് ആ 4 ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. വർണ്ണയുടെ ഒച്ച തിരിച്ചു കിട്ടിയതിൽ എല്ലാവരും സന്തോഷിച്ചു. അപ്പോഴേക്കും അവൾ ബോധം മറിഞ്ഞ് ബെഡിലേക്ക് വീണു. വർണ്ണയുടെ വിവാഹശേഷം ശിവ ഇതുവരെ നാട്ടിൽ ആരുമായും കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. ഒടുവിൽ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ 6 മാസത്തെ ബിസിനസ് ടൂറാണെന്നറിഞ്ഞു. രാവിലെ കോളേജിലേക്ക് പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് പ്രിയയുടെ ഫോണിലേക്ക് ശിവ വിളിച്ചത്. പ്രിയ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്തു. വർണ്ണയുടെ എൻഗേജ്മെൻറ്റിൻ്റെ അന്നാണ് ശിവ അവസാനമായി ഫോൺ ചെയ്തത്. അതിനുശേഷം ശിവയുടെ ഫോൺ എപ്പോഴും ഓഫായിരുന്നു. വർണ്ണയുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം അറിയിക്കാൻ പ്രിയ ശ്രമിച്ചപ്പോഴെല്ലാം ഫലം മറിച്ചല്ലായിരുന്നു. തുടരെ ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ പ്രിയ മുറിയിലേക്ക് കയറി ഫോൺ എടുത്തു. ഹലോ പ്രിയ മോളെ. മറുഭാഗത്തു നിന്നും മറുപടിയൊന്നുമില്ലാതായപ്പോൾ പ്രിയയുടെ കരച്ചിൽ ചീളുകൾ ശിവ കേട്ടു. പ്രിയ
ഏട്ടന് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക് പ്ലീസ്. എന്താ ഏട്ടന് പറയാനുള്ളത്? ഇത്രയും നാൾ ഏട്ടൻ എന്താ ഒരു ഫോൺ പോലും ചെയ്യാത്തത്? അത്രയ്ക്കും ഞങ്ങൾ ഏട്ടൻ അന്യരായിപ്പോയോ? പ്രിയ, ഏട്ടനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് തകർന്നപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. ഏട്ടന് ഇഷ്ടമുണ്ടായിരുന്നോ? ആരോട്? എന്നിട്ട് എന്തായി? ഏട്ടൻ എന്താ എന്നോട് പറയാത്തത്? ഞാൻ നിന്നോടെങ്കിലും അത് പറയണമായിരുന്നു. എങ്കിൽ ചിലപ്പോൾ എനിക്കത് നഷ്ടപ്പെടില്ലായിരുന്നു. ആദ്യമായി ഏട്ടന് മനസ്സിൽ തോന്നിയ ആൾ പക്ഷേ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. കൈക്കുമ്പിളിൽ നിന്നും വഴുതിപ്പോയി. തകർന്നു പോയി മോളെ ഏട്ടൻ. സഹിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഏട്ടൻ. പിന്നെ ബിസിനസ് ടൂറും അതും ഉണ്ടായിരുന്നു. ഏട്ടൻ ആളാരാണെന്ന് പറയുന്നില്ല. പ്രിയ തിടുക്കം കൂട്ടി. ഇനി അത് അറിഞ്ഞിട്ടും കാര്യമില്ല മോളെ. നീ അത് മറന്നേക്ക്. പറ്റില്ല, എനിക്കറിയണം ഏട്ട ഇത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ആ കുട്ടി ആരാണെന്ന്. പ്രിയ, വേണ ഏട്ടാ, എനിക്ക് കേൾക്കണം. അത് ആണ്. തനിക്ക് ചുറ്റും ഭൂമി കറങ്ങുന്നത് പോലെ പ്രിയയ്ക്ക് തോന്നി. അവളുടെ കയ്യിൽ നിന്നും ഫോൺ നിലത്തേക്ക് ഊർന്നു വീണു. തുടരും. പ്രസൻറ്റും പാസ്റ്റും കൂടിച്ചേർന്നാണേ പറയുന്നത് കൂട്ടുകാരെ.